പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സമയങ്ങളിൽ നമ്മൾ ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സഭയിലെ എല്ലാ പ്രിയപ്പെട്ട വൈദികരെയും സന്യസ്തരെയും സമർപ്പിതരെയും പിതാക്കന്മാരെയും കർദിനാൾമാരെയും നമ്മുടെ പ്രിയപ്പെട്ട മാർപ്പാപ്പയും കൂടെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സഭയെ പൊതിഞ്ഞു പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മിഷൻ മേഖലകളിൽ ശുശ്രൂഷ ചെയ്യുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും അൽമായരെയും ഒക്കെ നമുക്ക് ദിവ്യകാരുണ്യനാഥനോട് ചേർത്ത് വെച്ച് നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ നമ്മൾ ചേർത്ത് വയ്ക്കുമ്പോൾ അവരെ കൂടെ നമുക്ക് ഓർക്കാം. അവരുടെ പ്രവർത്തന മേഖലകളെ നമുക്ക് ഈ ദൈവകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയങ്ങളിൽ ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരുങ്ങി പ്രാർത്ഥിക്കാം. ദൈവപുത്രാംഗീകാരാധന, യേശുനാഥാംഗീകാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാം അങ്ങേക്കാരാധന. ആശ്വാസപ്രദനേ ആരാധന. സമാധാനപ്രഭുവേ ആരാധന, ആശ്വാസപ്രദനേ ആരാധന. എൻ്റെ വിടുതലവൻ, എൻ്റെ സൗഖ്യമവൻ, എൻ്റെ മോചനദ്രവ്യം അവനാരാധന.
വസിക്കുന്ന കർത്താവേ, ഈശോയെ ആരാധന ആരാധന ആരാധന. ഈശോയെ ആരാധന 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 ആരാധന. ഈശോയേ, ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളുടെ കൂടെ വസിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ, ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ഈശോയെ ആരാധന ആരാധന ആരാധന. സത്യത്തോട് ചേർന്ന് മാലാഖമാരോട് ചേർന്ന് ദൈവമക്കളായി നമുക്ക് ഒരുമിച്ച് ഈശോയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രിയിൽ കർത്താവ് തിരുസന്നിധിയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് നമ്മയും നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ പ്രിയപ്പെട്ട മക്കളെയും നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ഏത് അവസ്ഥയിലും നമ്മുടെ കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവാണ് ദിവ്യകാരുണ്യ ഈശോ. ഈശോ ദിവ്യകാരുണ്യമായിട്ട് മാറിയത് നമ്മുടെ കൂടെ വസിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കൂടെ വസിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരാൻ നമ്മുടെ കർത്താവ് സന്നദ്ധനാണ്. കർത്താവ് ദൈവമായുള്ള ജനമാണ് നമ്മൾ. ദൈവം നമ്മെ പ്രത്യേകം തിരഞ്ഞെടുത്തു. ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിന്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ കഴിയില്ല, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ദൈവജനത്തിൻ്റെ കൂടെ നടന്ന കർത്താവ് എന്നും എപ്പോഴും നമ്മുടെ കൂടെ ആയിരിക്കാൻ വേണ്ടി ദിവ്യകാരുണ്യമായിട്ട് മാറിയ കർത്താവ് ഇതാ ഈ രാത്രിയിൽ നമ്മുടെ മധ്യേ സജീവനായിട്ട് എഴുന്നള്ളി വന്നിരിക്കുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി അതുപോലെ ആഗ്രഹിക്കുക, ഈശോയ്ക്ക് വേണ്ടി അതുപോലെ ദാഹിക്കുക. വേറൊന്നിനു വേണ്ടിയല്ല. ഈശോയെ, എനിക്ക് അങ്ങയെ വേണം. മോശ പറഞ്ഞില്ലേ, അങ്ങ് ഞങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞ് വിടരുത്, അങ്ങ് വന്നേ പറ്റൂ. അതുപോലെ ദൈവത്തെ വിളിച്ച ആഗ്രഹിച്ച മക്കൾ ദൈവം പറഞ്ഞു, ഞാൻ തന്നെ നിന്റെ കൂടെ വരും, ഞാൻ തന്നെ വരും. അതിനു വേണ്ടിയ മക്കളെ ഈശോനാളെ മധ്യേ എഴുന്നള്ളി വന്നിരിക്കുന്ന ഈ സമയത്ത് ഇരുകരങ്ങളും കർത്താവിലേക്ക് ഉയർത്തി ഹരിദാഹത്തോടെ ഈശോയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നന്ദിയോടെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശോയെ 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 ഈശോ 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 ഈശോയെ, ഞാൻ നിന്നെ കൈവിടുമോ? ഈശോ പറയുന്നു, മക്കളെ, ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? ഈശോയെ, മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ. അമ്മ മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ. ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? ഈശോയുടെ മുമ്പിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ സജീവ സാന്നിധ്യത്തിലാണ് മക്കളെ നാം ഓരോരുത്തരുമായിരിക്കുന്നത്. നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന സർവശക്തനായ ദൈവമാണ് അവിടുന്ന്.
57 സങ്കീർത്തനം 1-2 വചനം ഇങ്ങനെ പറയുന്നുണ്ട്: വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുന്നത് വരെ ഞാൻ കർത്താവിന് ചിറകിൻ്റെ കീഴിൽ അഭയം പ്രാപിക്കും. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന കർത്താവിനെ തന്നെ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, എല്ലാം ചെയ്തു തരാൻ കഴിയുന്ന സർവാധിപനും സർവശക്തനുമായ കർത്താവിന് മുമ്പിലാണ് നാം ഓരോരുത്തരും ഇപ്പോൾ ആയിരിക്കുന്നത്. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഈശോ തന്നെ നമ്മോട് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 7:7. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഈശോ പറഞ്ഞില്ലേ, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഞാൻ കൂടെയുണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാം സാധ്യമാണ്. ഇതനുഭവിച്ച പൗലോസ്ലീഹാണ് പറഞ്ഞ ഫിലിപ്പിയർ 4:13, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം സാധ്യമാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് കൂടെയുള്ള മക്കൾക്ക് ഒന്നും അസാധ്യമല്ല. ലൂക്കാ 1:37. വചനത്തിലൂടെ കർത്താവ് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നോരോന്നായി പൂർത്തിയാക്കിക്കൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈശോ നമ്മുടെ മധ്യേ എഴുന്നള്ളി വന്നിരിക്കുമ്പോൾ ജീവിക്കുന്ന കർത്താവ് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേയാൾ തന്നെ. ജോഷുവയോട് പറഞ്ഞ അതേ കർത്താവ്, ജെറമ്യായോട് പറഞ്ഞ അതേ കർത്താവ്, കാറ്റിനെ അടക്കിയ അതേ കർത്താവ്, ലാസറിനെ ഉയർപ്പിച്ച അതേ കർത്താവ്, അതേ മക്കളെ, ആ കർത്താവ് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ മധ്യേ എഴുന്നള്ളി വന്നിരിക്കുന്നത്. നമ്മുടെ വേദനകള്, നമ്മുടെ അവസ്ഥകള്, നമ്മുടെ ദുഃഖഭാരങ്ങൾ, നമ്മുടെ സങ്കടങ്ങൾ എന്തുമാകട്ടെ, വിശ്വാസത്തോടെ ഈശോയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറ, ഈശോ അങ്ങ് വരണം എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്. മാർക്കോസ് 5 ആ ശതാധിപൻ വന്നിട്ട് പറഞ്ഞില്ലേ, കർത്താവേ, എൻ്റെ കുഞ്ഞ് മരിക്കാറായി കിടക്കുന്നു, അങ്ങ് വന്ന് എൻ്റെ കുഞ്ഞിനെ തൊട്ട് സുഖപ്പെടുത്തണം. അവൻ വിളിച്ചു, ഈശോ ജനക്കൂട്ടത്തിനെ മതിയിരിക്കുക. ഈശോ എഴുന്നേറ്റ് അവൻ്റെ കൂടെ പോവാ. ഈ രാത്രിയിൽ ഈശോയെ വിളിച്ചിട്ട് പറഞ്ഞ്, ഈശോയെ, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ അവസ്ഥ, എൻ്റെ കുഞ്ഞ്, എൻ്റെ സാമ്പത്തിക മേഖല, എൻ്റെ ജോലി മേഖല, എൻ്റെ കുടുംബജീവിതം അകപ്പാടെ തകർന്ന് മരിക്കാറായി കിടക്കുന്നു, അങ്ങ് വരണം. ഈശോയെ, അങ്ങ് വന്നേ പറ്റൂ. അങ്ങില്ലാതെ എനിക്കൊന്നിനും കഴിയത്തില്ല. ഈശോയെ, അങ്ങ് എനിക്ക് വേണം. എൻ്റെ കുടുംബത്തിലേക്ക് വരണമേ, എൻ്റെ കുടുംബത്തിലേക്ക് വരണമേ, എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ. ഈശോയെ, ഒത്തിരിയേറെ തകർച്ചകൾ, രോഗപീഠകൾ, നിസ്സഹായതകൾ, മാനസികമായിട്ട് ആകപ്പാടെ തകർന്നിരിക്കുന്നു. ഡിപ്രഷൻ, മാനസിക രോഗത്തിന്റെ മരുന്ന് ഞങ്ങളുടെ മക്കൾ ഭയപ്പെട്ടിരിക്കുന്നു. രോഗത്തിന്റെ അവസ്ഥയിൽ തകർന്നിരിക്കുന്നു. എന്താ അവസ്ഥയുമാകട്ടെ മക്കളെ, ഈശോയോട് പറ, ഈശോയോട് പറ. ഈശോയെ, എന്റെ തകർച്ചകളിലേക്ക്, അവസ്ഥകളിലേക്ക് അങ്ങ് വരണം. ഇപ്പോൾ ഈ നിമിഷം അങ്ങയുടെ ശക്തി ശരീരത്തിലേക്ക് പുറപ്പെടട്ടെ. വിശുദ്ധ കുർബാനയിൽ നിന്ന്, ദിവ്യകാരുണ്യത്തിൽ നിന്ന് ദൈവിക ശക്തി ഇപ്പോൾ ഓരോ മക്കളിലേക്കും, ഓരോ കുടുംബത്തിലേക്കും, ഓരോ അവസ്ഥയിലേക്കും പ്രവഹിക്കട്ടെ. ഈശോയുടെ ശക്തി, ഈശോയുടെ ശക്തി, സൗഖ്യദായകമായ ശക്തി. ആ രക്തസ്രാവം വെച്ച സ്ത്രീ ഈശോയെ അങ്ങയെ തൊട്ടപ്പോൾ അങ്ങയിൽ നിന്ന് പ്രവഹിച്ച ആ വലിയ ശക്തി ഇപ്പോൾ ഈ മക്കളിലേക്ക് പ്രവഹിക്കട്ടെ. കർത്താവേ, അസ്ഥികൾ ബലം പ്രാപിക്കട്ടെ, പൈശാചിക ശക്തികൾ നിർവീര്യമാകട്ടെ. വലിയ വിടുതൽ, വലിയ സൗഖ്യം, വലിയ വിമോചനം, ദൈവിക ജീവന്റെ സമൃദ്ധി ഇപ്പോൾ നിറയട്ടെ. കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മക്കൾ, വേദനയിലായിരിക്കുന്ന മക്കൾ, രോഗാവസ്ഥ കിടക്കുന്ന മക്കള്, വാർദ്ധക്യാവസ്ഥയില് ആരും നോക്കാനില്ലാതെ വേദനിക്കുന്ന മക്കള്, മരണാസനയിൽ കിടക്കുന്ന മക്കള്, എല്ലാം വഴിതെറ്റിപ്പോയ മക്കള്, ഇപ്പോൾ ഡ്രഗിനും പബ്ബിനും അടിമപ്പെട്ട് തെറ്റായ സ്നേഹബന്ധത്തിൽ കുരുങ്ങിപ്പോയ മക്കള്, ഈശോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ നായകനെ, കർത്താവേ, എന്റെ ജീവ
ജീവന്റെ കാരണമേ, ഈശോയേ, എന്റെ ജീവന്റെ കാരണമേ, ജീസസ്. യേശുവേ വിളിക്കൂ മക്കളെ, രക്ഷകാ. ഹൃദയം തുറന്ന് വിളിച്ചോ. യേശുവേ ഈശോയേ, രക്ഷകാ. അങ്ങാണ് രക്ഷകൻ യേശുവേ. എന്റെ സർവ്വസ്വം My Jesus. നാഥാ. യേശുവേ രക്ഷകാ. എന്റെ സർവ്വസ്വം ഏറ്റുപറയും മക്കളെ, അങ്ങനെ സർവസ്വമാണ് കർത്താവേ, അങ്ങനെ ജീവനാണ് കർത്താവേ, എന്റെ രക്ഷകനാണ് കർത്താവേ, എന്റെ സൗഖ്യമാണ് കർത്താവേ. യേശുവേ, വരണമേ, ഇടപെടണമേ, ശക്തി പ്രകടമാക്കണമേ. ശക്തി ചെയ്യണമേ, യുദ്ധമേറ്റെടുക്കണമേ, ഇടപെടണമേ, ശക്തി പ്രകടമാക്കണമേ. ദൈവിക ശക്തി വ്യാപരിക്കട്ടെ, സൗഖ്യശക്തി വ്യാപരിക്കട്ടെ, വിടുതല ശക്തി വ്യാപരിക്കട്ടെ, സ്വർഗത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. തുല്യം ചൊല്ല ആരുമില്ലേ അങ്ങിപ്പോലൻ യേശുവേ കാരുണ്യമേ, തുല്യം ചൊല്ല ആരുമില്ലേ ഇതുപോലെ സ്നേഹിക്കുന്ന കർത്താവ് ഏതവസ്ഥയിലും ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ ഈശോയ്ക്ക് എല്ലാം സമർപ്പിച്ച് ജീവനേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ ഈശോ, ജീവനേ ജീവിക്കുന്ന കർത്താവേ, എന്റെ കർത്താവേ, ഇടപെടണമേ, ശക്തി പ്രകടമാക്കണമേ കർത്താവേ. ഈശോ, സ്വർഗത്തോട് ചേർന്ന് മാലാഖമാരോട് ചേർന്ന് ദൈവമക്കളെ ഏറ്റുപറഞ്ഞ് ആരാധിച്ചോ. നമ്മുടെ കുടുംബത്തെ മുഴുവൻ സമർപ്പിക്കും, മക്കളെ സമർപ്പിക്കും, കുടുംബാംഗങ്ങളെ മുഴുവൻ സമർപ്പിക്കും, കർത്താവിന്റെ പരമാധികാരത്തിലേക്ക് സമർപ്പിക്കും, കർത്താവിന്റെ സർവാധിപത്യത്തിലേക്ക് സമർപ്പിച്ച് യേശുവിനെ ആരാധിച്ചോ. കർത്താവേ, കർത്താവേ ഉണരുക, കർത്താവേ ഉണരുക. അങ്ങയുടെ ശത്രുക്കൾ ചിതറിക്കപ്പെടട്ടെ, അങ്ങയെ വെറുക്കുന്നവർ പലായനം ചെയ്യട്ടെ. ഈശോ, Almighty power. കുടുംബങ്ങളിലേക്ക് ആരാധിക്കുമ്പോൾ വലിയ ശക്തി പുറപ്പെടട്ടെ. അങ്ങയുടെ മക്കൾ ആരാധിക്കുമ്പോൾ വിടുതലിന്റെ ശക്തി, വിമോചനത്തിന്റെ ശക്തി ഇപ്പോൾ പുറപ്പെടട്ടെ. ജീസസ്, release your power. Jesus,
your power. ആരാധിക്കുന്ന മക്കളിലേക്ക് ദൈവിക ശക്തി പ്രവഹിക്കട്ടെ. Yes, Lord. എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. My Jesus. എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം യേശു മാത്രം കർത്താവെന്ന്. കർത്താവ് ദൈവമായുള്ള ജനമേ, എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. ദൈവജനമേ, കർത്താവിനേറ്റ് പറഞ്ഞ് എല്ലാ മുട്ടും മടങ്ങും Yes, my Lord. എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. കർത്താവ് സ്വന്തമായി തിരഞ്ഞെടുത്ത മക്കളെ, എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും ഈ സമയം യേശു കർത്താവിന്റെ ശക്തി പ്രകടമാകട്ടെ. എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. യേശു നീ ഏറ്റു പറ മക്കളെ, യേശു നീ സ്വയം ഏറ്റു പറ. മരണത്തെ ജയിച്ചെഴുന്നേറ്റ് സർവാധിപനാണ് അവിടുന്ന്. യേശു നീ ഓ, യേശു നീ മരണത്തെ ജയിച്ചെഴുന്നേറ്റ് എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ. എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും ഓ, യേശു മാത്രം കർത്താവെന്ന്. ഓ കർത്താവേ, എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവിന്റെ ശക്തി പ്രകടമാകട്ടെ. ഓ, എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. കർത്താവേ, ആമേൻ, ആമേൻ. മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ യേശുവേ, കർത്താവേ, കർത്താവേ, മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ സർവാധിപനെ, എല്ലാ മുട്ടും മടങ്ങും സർവശക്തൻ, എല്ലാ നാവും പാടിടും യേശു മാത്രം. യേശു മാത്രം കർത്താവെന്ന്. അങ്ങാണ് ദൈവം കർത്താവേ. എല്ലാ മുട്ടും മടങ്ങും ഞങ്ങൾ ഏറ്റു പറയുന്നു, എല്ലാ നാവും പാടിടും ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, യേശു മാത്രം കർത്താവെന്ന്. ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. Yes. യേശു മാത്രം കർത്താവെന്ന്. യേശു മാത്രം കർത്താവെന്ന്. യേശുവേ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് കർത്താവേ, അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ. അങ്ങയുടെ മക്കളില്, അങ്ങയുടെ കുടുംബങ്ങളില് അങ്ങയുടെ കരബലം ഇപ്പോൾ പ്രകടമാക്കണമേ. ഈശോ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തികൾ, മാനസാന്തരങ്ങൾ ഇപ്പോൾ ഈ രാത്രിയിൽ സംഭവിക്കട്ടെ. ഈശോ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, നീ അധിപതിയാണെന്ന്. കരങ്ങളടിച്ച് ഉയരടിച്ച് പാടാം. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു,
കുടുംബത്തിന്റെ, ഞങ്ങളുടെ ജീവിതത്തിന്റെ, ഞങ്ങളുടെ മക്കളുടെ നീ അധിപതിയാണെന്നോ, നീ ഉടയവനാണെന്നോ, ജോലി, ബിസിനസ്, എല്ലാത്തിന്റെയും അധികാരി അങ്ങ്. പ്രഖ്യാപിക്കുന്നു. യേശുവേ യേശുവേ, രക്ഷകാ, കർത്താവേ, നാഥനേ, യേശുവേ യുദ്ധം ഏറ്റെടുക്കണമേ. യേശുവേ, കർത്താവേ, നാഥനേ, അങ്ങ് കർത്താവാകണമേ, അങ്ങ് നാഥനാകണമേ, അങ്ങ് അധികാരിയാകണമേ. ഞങ്ങളുടെ കുടുംബത്തിന്റെ, ഞങ്ങളുടെ മക്കളുടെ കർത്താവും നാഥനും അധിപതിയും ഈശോയെ അങ്ങാണ്. ഏറ്റു പറഞ്ഞു. കർത്താവേ, ഞങ്ങൾ ഏറ്റു പറയുന്നു. ഞങ്ങളുടെ കുടുംബത്തിന്റെ നാഥനും കർത്താവും രക്ഷകനും നാഥനും അങ്ങാണെന്ന് ഏറ്റു പറയുന്നു. കർത്താവേ, സംഖ്യയുടെ പുസ്തകത്തില് 10-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സാധ്യത്തിന്റെ മുന്നേ പോയ വാഗ്ദാന പേടകം നമ്മളവിടെ വായിക്കുന്നുണ്ട്. വാഗ്ദാന പേടകം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് വിശ്രമ സ്ഥലം അന്വേഷിച്ചുകൊണ്ട് കർത്താവിൻ്റെ പേടകം അവരുടെ മുന്നേ പോയിരുന്നു. വാഗ്ദാന പേടകം എടുത്തുയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മോശെ ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ ഉണരുക, അങ്ങയുടെ ശത്രുക്കൾ ചിതറിക്കപ്പെടട്ടെ, അങ്ങേ വെറുക്കുന്നവർ പലായനം ചെയ്യട്ടെ. എൻ്റെ മക്കളെ, നമ്മുടെ ജീവിതയാത്ര കർത്താവിനെ വഹിച്ചുകൊണ്ടുള്ള യാത്രയാണ്. നമുക്ക് വേണ്ടി എല്ലാം തേടിപ്പോകേണ്ടത് കർത്താവാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിൽ അവർക്ക് വേണ്ടി വിശ്രമ സ്ഥലം തേടിക്കൊണ്ടുപോയ കർത്താവിൻ്റെ വാഗ്ദാന പേടകം പോലെ വിശുദ്ധ കുർബാനയിൽ ദിവ്യകാരുണ്യമായി നമ്മുടെ കൂടെ വസിക്കാൻ, നമുക്ക് വേണ്ടി എല്ലാം അന്വേഷിക്കാൻ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഈശോയെ വഹിച്ചുകൊണ്ടുള്ള യാത്രയാണ് നമ്മുടെ ജീവിതം. കർത്താവ് ഉണരട്ടെ, കർത്താവെ ഉണരുക, അങ്ങയുടെ ശത്രുക്കൾ ചിതറിക്കപ്പെടട്ടെ. ഞങ്ങൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ജീവിതത്തെ, ബിസിനസ്സിനെ, ജോലിയെ തകർക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കൾ പരാജയപ്പെടട്ടെ. അങ്ങേ വെറുക്കുന്ന അനേകം പേരുണ്ട്, അവർ ചിതറിക്കപ്പെടട്ടെ. മോശ പ്രാർത്ഥിച്ച പോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന രാത്രിയിൽ ഞങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കൾ, അങ്ങയെ വെറുക്കുന്നവര്, അങ്ങയുടെ വചനത്തെ, വിശുദ്ധ കുർബാനയെ അങ്ങയെ വെറുക്കുന്നവര് ചിതറിക്കപ്പെടട്ടെ. കർത്താവേ, ഈശോയെ, അങ്ങയുടെ പരമാധികാരം, അങ്ങയുടെ സർവാധിപത്യം, അങ്ങയുടെ ശക്തി, അങ്ങയുടെ ജീവന്റെ സമൃദ്ധി ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ മക്കളിലും കർത്താവെ പ്രകടമാകട്ടെ. ഈ സമയത്ത് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു, കർത്താവെ, ദിവ്യകാരുണ്യത്തിൽ നിന്ന് ആ വലിയ ശക്തി ഈ രാത്രിയിലായിരിക്കുന്ന അങ്ങയുടെ കൂടെ ആയിരിക്കുന്ന ഓരോ മക്കളിലേക്കും ഇപ്പോൾ പ്രവഹിക്കട്ടെ. ഈ മക്കളിരിക്കുന്ന വീട്, ഇരിക്കുന്ന കസേര, ഇരിക്കുന്ന മുറി, ഇരിക്കുന്ന സ്ഥലം, കർത്താവെ, ദിവ്യകാരുണ്യത്തിൽ നിന്ന് അങ്ങയുടെ ശക്തി പുറപ്പെടട്ടെ. അങ്ങയുടെ ശക്തി പുറപ്പെടട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് കർത്താവെ, അങ്ങയുടെ കരബലം പ്രകടമാകട്ടെ. അങ്ങയുടെ കരബലം പ്രകടമാകട്ടെ. കർത്താവേ, വലിയ ശക്തി നിറയട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. രോഗശാന്തികൾ സംഭവിക്കട്ടെ. സാത്താൻ ഇടിമിന്നൽ പോലെ നിവദിക്കട്ടെ. അവന്റെ ആധിപത്യങ്ങൾ തകരട്ടെ. അവന്റെ സർവശക്തിയും നിർവീര്യമായി പോകട്ടെ. സർവാധിപനും സർവശക്തനുമായ കർത്താവേ, അങ്ങയുടെ പരമാധികാരവും സർവശക്തിയും പ്രകടമാകട്ടെ. സ്വയം നന്ദി, സ്വയം ആരാധന. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാൻ
ആമേൻ. രാജാവേ ഒന്ന് വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്ന് വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. വിളിച്ചേ രാജാവേ, രാജാവേ വന്ന് വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്ന് വാഴണമേ, ഹൃദയങ്ങൾ തുറന്ന് വീടിനെ തുറന്ന് പിടിച്ച് മക്കളെ തുറന്ന് പിടിച്ച് പാടിക്കോ. രാജാവേ വന്ന് വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. കർത്താവ് ഭരിക്കട്ടെ, യേശുവേ കർത്താവ് രാജാവാകട്ടെ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. അങ്ങ് വാഴണമേ, രാജാവേ വന്ന് വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. പൂർണ്ണ ഹൃദയത്തോടെ നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും നമ്മുടെ ജീവിതത്തെയും കർത്താവിന് സമർപ്പിക്കും. മക്കളെ, എന്നെ അങ്ങോട്ട് കർത്താവുമായുള്ള ഒരു യാത്രയാണ് നമ്മുടെ ജീവിതം. ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ അഗ്നിസ്തംഭത്തിലും മേഘസ്തംഭത്തിലും വസിച്ച കർത്താവ്, വാഗ്ദാന പേടകത്തിൽ അവരെ കൂടെ നടന്ന കർത്താവ് നമ്മുടെ കൂടെ എന്നും ഉണ്ടാകും. മക്കളെ, ആ കർത്താവിനെ കൈവിടരുത്. കർത്താവ് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത്. കർത്താവിന് വേണ്ടി ആഗ്രഹിക്കുക. കർത്താവ് ഉണ്ടെങ്കിൽ അവിടുന്ന് എല്ലാം ചെയ്യും. നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന സർവാധിപനും സർവശക്തനുമായ കർത്താവ് നമുക്ക് വേണ്ടത് തരും. 127 സങ്കീർത്തനം 2 വചനം പറയുന്നുണ്ട്, തനിക്ക് പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ പോലും കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. തൻ്റെ മക്കൾക്ക് എന്തു വേണമെന്ന് നന്നായിട്ട് അറിയാവുന്ന സർവാധിപനും സർവശക്തനുമായ കർത്താവല്ലേ മക്കളെ നമ്മുടെ ദൈവം. ഈശോയ്ക്ക് അറിയാം എന്താ വേണ്ടതെന്ന്, തരും. ഒറ്റ കാര്യം, ഈശോയ്ക്ക് പ്രിയപ്പെട്ട മക്കളായി ജീവിക്കണം. ഈശോയോട് ചേർന്ന് ഈശോ പറഞ്ഞ പോലെ ഈശോയെ സ്വന്തമാക്കി ഈശോയിൽ ജീവിക്കണം. അത് മതി, ബാക്കിയെല്ലാം ഈശോ തരും. ആ വലിയ വിശ്വാസത്തോടെ ആ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണത്തിൽ ഉറച്ച് ശരണപ്പെട്ടുകൊണ്ട് നമ്മെ, നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും നമ്മുടെ ജീവിതത്തെയും എല്ലാ അവസ്ഥകളോടുകൂടി ഈശോയ്ക്ക് പരമേൽപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദത്തിന് വേണ്ടി വലിയ ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂകണമേ വത്സരസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ചിന്തണമേ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ
ആപത്തിലും